ഒരു കിടിലൻ തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. ഈ രീതിയിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇത് ഒട്ടും ഡ്രൈ ആയി വരില്ല, ജ്യൂസിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണേ എന്നുള്ള റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. മസാലയ്ക്കായിട്ട് ഞാനിവിടെ എടുത്തേക്കണത് 1 കപ്പ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3-4 സ്റ്റിക്ക് കറുവാപ്പട്ട, മുഴുവനായിട്ടുള്ള മല്ലി, കരയാമ്പൂവ്, കുരുമുളക്, അജ്വൻ സീഡ്സ്, ജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് ഉലുവയും, പിന്നെ ഞാൻ ഒരു കഷ്ണം ചുക്കും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. ആ പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ മസാലയൊക്കെ ഇടാം. 10 മിനിറ്റ്സ് എടുത്തിട്ട് ഏറ്റവും ചെറിയ ചൂടിലിട്ടിട്ട് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക. ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ താഴെ കിടക്കണത് ഇത്തിരി ബേണായി വരും. നമുക്കിത് എല്ലാം നന്നായിട്ടൊന്ന് ചൂടായി ഫ്ലേവേഴ്സൊക്കെ നല്ലോണം കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യണം. അതിനുശേഷം നമ്മളൊന്ന് ചൂടാറിയിട്ട് എല്ലാം കൂടി അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ നേരെ പകുതി അളവ് എടുത്തിട്ട് നിങ്ങൾ പൊടിച്ച് വയ്ക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനുള്ള മസാല. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കുടം വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു 2 ഇഞ്ച് വലിപ്പത്തുള്ള ഈ ഒരു വലിപ്പത്തിലുള്ള ഇഞ്ചിയുടെ തൊലി കളഞ്ഞിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 2-3 ടേബിൾ സ്പൂൺ നമുക്ക് തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കാം. തന്തൂരി മസാലയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തൈരും, നേരത്തെ അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഉപയോഗിക്കാം. സ്പൂൺ ഉപ്പ്, ഞാനിവിടെ ഒരു പിഞ്ച് കളർ ചേർത്തിട്ടുണ്ട്. റെഡ് കളർ ചേർത്താലാണ് നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ആ ഒരു റെഡ് കളർ കിട്ടുള്ളൂ. ഞാൻ അത്രയ്ക്കും ചേർത്തില്ല, ഞാൻ കുറച്ച് പക്ഷേ ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഈ ഇതിലാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ചിക്കനിൽ നല്ലോണം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമ്മളൊരു ഫോർക്ക് എടുത്ത് ചിക്കൻ്റെ പീസസ് നല്ലോണം ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം മസാല പിടിച്ചോളൂ. ഇപ്പോൾ ചിക്കൻ്റെ വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൊടുക്കുക. പറ്റാണെങ്കിൽ എല്ലാത്തിനും ഒന്ന് കുത്തി കുത്തി കൊടുക്കാം കേട്ടോ. ഈ മിക്സ് സോൾട്ടൊക്കെ ഒന്ന് നോക്കിക്കോളൂ. സോൾട്ട് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഓരോ ചിക്കൻ്റെ പീസസ് ഇട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 6 to 8 hours മിനിമം ഇത് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ 2 കിലോ ചിക്കൻ എടുത്തിട്ടാണ് മാരിനേറ്റ് ചെയ്തേക്കണേ. നമ്മൾ ഇപ്പോൾ മാരിനേറ്റ് ചെയ്തിട്ടൊരു 8 hours ആയി. ഞാൻ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇന്ന് നമുക്കിനി ബേക്ക് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ ഓവനിലാണ് ചെയ്യണേ. അപ്പോൾ ഓവൻ ഞാനൊരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഞാൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഗ്രില്ല് ചെയ്തെടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പഴയൊരു കേക്കിൻ്റെ പാനാണ്. ഞാൻ ഇതിൽ ആക്ച്വലി ഒരു അലുമിനിയം ഫോയിൽ ലെയർ ചെയ്യും. ഞാൻ ഇതിനകത്തേക്ക് 1 ഇഞ്ച് ഡെപ്തിൽ വെള്ളം ഒഴിക്കട്ടോ. വെള്ളം ഒഴിക്കണ നിർബന്ധമൊന്നുമല്ല. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 1 മണിക്കൂറോളം ബേക്ക് ചെയ്യും. മീറ്റ് ഡ്രൈ ആയി പോകാതിരിക്കാൻ നമ്മളിവിടെ ഇച്ചിരി വെള്ളവും കൊടുത്തിട്ടുണ്ടെങ്കിലേ ആ വെള്ളം വെച്ചിട്ട് ഇത് എപ്പോഴും സോഫ്റ്റായിട്ട് വെക്കും. എന്നാൽ ചിക്കൻ നന്നായി ബേക്ക് ആയി കഴിയും. ഇപ്പം നമ്മൾ ഓരോ പ്രാവശ്യം ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഒരേ വലുപ്പത്തിലുള്ളത് നോക്കിയിട്ട് വെക്കാം കേട്ടോ. നമ്മൾ ഇങ്ങനെ ബേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റും ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കും, ഒട്ടും ഡ്രൈ ആയി പോവില്ല. ഞാൻ ബേക്ക് ചെയ്യണത് ഒരു 350 ഡിഗ്രി ഫാരൻഹൈറ്റിലാണ്, അതായത് 180 ഡിഗ്രി സെൽഷ്യസിൽ. ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്യുമ്പോഴേക്കും ചിക്കൻ്റെ ഒരു സൈഡ് അത്യാവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു ബട്ടർ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മളൊരു 20 മിനിറ്റും കൂടി ബേക്ക് ചെയ്യുക. ഒന്നും കൂടി ആ ടോപ്പ് പോർഷൻ ഒന്ന് ബട്ടർ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും ചിക്കൻ കുക്കായിട്ടുണ്ടാവും. ചിക്കൻ നന്നായി കുക്കായതിന് ശേഷം നമ്മൾ ബ്രോയിൽ ഇടുക. ബ്രോയിൽ എന്ന് പറയുമ്പോൾ അതൊരു 500 ഡിഗ്രി ഫാരൻഹീറ്റിൻ്റെ അടുത്ത്, അതാണ് ഏറ്റവും ഹയസ്റ്റ് ടെമ്പറേച്ചർ ആ ഓവൻ തരുന്നത്. ആ ഒരു ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് നമുക്കൊരു 5 മിനിറ്റ്സ്, മാക്സിമം 10, അതിന് മേലെ നമ്മൾ ബേക്ക് ചെയ്യേണ്ട. അപ്പോഴേക്കും ഈ പുറത്തെ സൈഡൊക്കെ ഒന്ന് ബ്രൗണായി വരും. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോട്ടോ ഔട്ട് സൈഡ്. ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി ഓണിയൻ സ്ലൈസസും കൂടി അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആയിട്ട് ഞാനിത് കാണിച്ചു തരാം. ഞാൻ ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ്റെ പീസ് നോക്കി എന്തൊരു ജ്യൂസി ആയിട്ട് ഇരിക്കണം, ഒട്ടും ഡ്രൈ ആയിട്ടില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുന്ന തന്തൂരി ചിക്കൻ്റെ അതേ ടേസ്റ്റ് ആട്ടോ നമുക്ക് ഈ റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. സ്പൈസൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കിക്ക് സ്പൈസിൻ്റെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ആഴ്ചയും ഞാൻ കുക്കിങ്ങിൻ്റെയോ അല്ലെങ്കിൽ ട്രാവലിൻ്റെ വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളാം കേട്ടോ.